വീണ്ടും ഒരു ഓണക്കാലം കൂടി. ഇന്ന് അത്തം പിറന്നു. ഇത്തവണ ചിങ്ങമാസത്തിലല്ല അത്തം. അതുകൊണ്ട് തന്നെ അത്തം 11-നാണ് ഇത്തവണ തിരുവോണം. ഇനിയുള്ള ദിവസങ്ങൾ മലയാളികൾക്ക് ആഘോഷത്തിൻ്റെതാണ്. കള്ളവും ചതിയും പൊളിവചനങ്ങളും ഇല്ലാതിരുന്ന സമ്പൽ സമൃദ്ധമായ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓണക്കാലവും. അത്തപ്പൂക്കളം ഒരുക്കിയും ഓണക്കോടി അണിഞ്ഞും ഓണസദ്യ കഴിച്ചും വള്ളംകളി, പുലിക്കളി തുടങ്ങിയ ആഘോഷങ്ങളിൽ പങ്കെടുത്തും മലയാളികൾ ഓണത്തെ വരവേൽക്കുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഓണം സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും പ്രതീകമാണ്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലും വീടുകളുടെ മുറ്റത്ത് മനോഹരമായ അത്തപ്പൂക്കളങ്ങൾ ഒരുക്കുന്നു. ഓരോ ദിവസവും വ്യത്യസ്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളത്തിന്റെ വലുപ്പവും ഭംഗിയും വർദ്ധിപ്പിക്കുന്നതാണ് പതിവ്. തിരുവോണ ദിവസം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ കുടുംബാംഗങ്ങൾ ഒത്തുചേരുകയും ഓണസദ്യ ഒരുക്കുകയും ചെയ്യുന്നു. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ, ഓലൻ, കാളൻ, പച്ചടി, കിച്ചടി, പപ്പടം, പഴം, വിവിധതരം പായസങ്ങൾ തുടങ്ങി നിരവധി വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഓണസദ്യ കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിന്റെ സമൃദ്ധി വ്യക്തമാക്കുന്നു. വള്ളംകളി, പുലിക്കളി, കുമ്മാട്ടിക്കളി, തിരുവാതിരക്കളി തുടങ്ങിയ കലാകായിക പരിപാടികളും ഓണാഘോഷങ്ങളുടെ പ്രധാന ഭാഗങ്ങളാണ്. ഏവർക്കും കേരള പ്രണാമത്തിന്റെ അത്തം ദിനാശംസകൾ.